ഈ ബാത്റൂമിൽ പോകുമ്പോഴേ ഫോണും കൊണ്ട് പോകുന്ന ആളുകളാണ് പല ആളുകളും. അതിൽ വലിയൊരു അപകടമുണ്ട്. കാരണം അത് ചിലപ്പോൾ പക്ഷേ പൈൽസിലേക്കോ അതല്ലെങ്കിൽ ഇൻഫ്ലമേഷനിലേക്കോ ഈവൻ ലോങ് ടേമിൽ ക്യാൻസറിലേക്ക് വരെ നയിക്കുന്ന ഒരു പ്രവണതയാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ ടോയ്ലറ്റിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത് ബേസിക്കലി ഒരു റെസ്റ്റ്, റിലാക്സ്, സ്ലീപ്പ് അല്ലെങ്കിൽ നമ്മളൊരു പീസ്ഫുൾ സ്റ്റേറ്റിൽ വരുന്ന, അപ്പോൾ ഈ ഓപ്പണിങ്സൊക്കെ ഓപ്പണായി ഇങ്ങനെ വരുന്നൊരു സംഭവമാണ്. പക്ഷെ അതേസമയം ഫോൺ എടുത്ത് നമ്മളതിൽ റീല് കണ്ട് ചിരിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ആക്റ്റീവ് മോഡ് വരും. അല്ലെങ്കിൽ പത്രം വായിക്കുക, അല്ലെങ്കിൽ അമിതമായിട്ട് ചിന്തിക്കുക, അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആക്റ്റീവ് മോഡ് വരും. നമ്മളെ ഫ്ലൈറ്റ് ആൻഡ് ഫ്ലൈറ്റ് സിസ്റ്റം എന്ന് പറയുന്നുണ്ട്. ഫൈറ്റ് ആൻഡ് ഫ്ലൈറ്റ് സിസ്റ്റം അല്ലെങ്കിൽ സിമ്പതറ്റിക് സിസ്റ്റം വരും. സിമ്പതറ്റിക് സിസ്റ്റം വന്നു കഴിഞ്ഞാൽ വെച്ചാൽ നമ്മൾ ആക്റ്റീവായി. പിന്നെ നമ്മൾ ഈ സംഭവങ്ങളൊക്കെ ഇപ്പോൾ നമുക്ക് അടി കൂടുമ്പോൾ മൂത്രം ഒഴിക്കാൻ പറ്റില്ലല്ലോ, അടി കൂടുമ്പോൾ ടോയ്ലറ്റിൽ പോകാൻ പറ്റില്ല. അതുപോലെ ആക്റ്റീവായി കഴിഞ്ഞാൽ പിന്നെ ടോയ്ലറ്റിൽ പോകാൻ കഴിയും. പക്ഷെ നമ്മളവിടെ ഇരുന്നിട്ട് ഫോണിൽ നോക്കിയിട്ട് ഇങ്ങനെ ആക്കിയിട്ട് കാര്യമില്ല. അത് പൈൽസ് ഉണ്ടാക്കാനും ഇൻഫ്ലമേഷൻ ഉണ്ടാക്കാനും. അപ്പം നമ്മളെ ഡൈജഷൻ മൂവ്മെൻറ്റ്, ബവൽ മൂവ്മെൻറ്റ് ക്ലിയർ ആവണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ടോയ്ലറ്റിലേക്ക് ഫോൺ കൊണ്ടുപോകാതിരിക്കുക, ടോയ്ലറ്റിലേക്ക് പത്രം കൊണ്ടുപോകാതിരിക്കുക, ടോയ്ലറ്റിൽ ഇരുന്ന് വെറുതെ ആലോചിക്കാതിരിക്കുക. സ്മൂത്തായിട്ട് അവിടെ ഇരിക്കുന്നു, റിലാക്സ്, സ്മൂത്ത്. ബാക്കിയുള്ളൊരു പരിപാടി ഒരു പണിക്ക് പോകുമ്പം ആ പണി മാത്രമേ എടുക്കാവൂ, വേറെ പണി എടുക്കാതിരിക്കുക എന്നാണ് ഒരു ബേസിക് സംഭവം.